ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം കൂടെ വചനവുമായിട്ടിരിപ്പാൻ കർത്താവ് തന്ന കൃപ വളരെ വലുതാ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഫോക്കസ് ഓൺ ജീസസ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അനീഷ് പാസ്റ്ററിനും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ചില വിഷയങ്ങളുടെ മുമ്പിൽ ഞാൻ ഭാരപ്പെട്ട സമയത്ത് ദൈവമക്കളെ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവിടുന്ന് എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച എനിക്ക് കർത്താവ് തന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് അതിനേക്കാൾ വളരെ പ്രതികൂലത്തിൽ കൂടി ഞാൻ കടന്നു പോയി. എനിക്ക് മെസ്സേജ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവ് ഇന്ന് എനിക്ക് അതിന് കൃപ തന്നു ബലപ്പെടുത്തി. അതിനാധാരമായിട്ട് എന്നോട് കർത്താവ് സംസാരിച്ചത് ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. ഹബക്കൂക്ക് 2:3. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവമക്കളെ, ഇതുപോലെ ദർശനങ്ങളും വാഗ്ദാനങ്ങളും തന്ന അനേക ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അവർക്കും കൂടെ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് ഇപ്പം അല്പം താമസിച്ചാണെങ്കിലും കർത്താവ് ഇങ്ങനൊരു മെസ്സേജ് തന്നത്. അവർക്കും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് ചില വാഗ്ദാനങ്ങളും ദർശനങ്ങളും ദൈവം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കണ്ണിൽ തന്നെ നോക്കുന്ന, കർത്താവിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവം വ്യക്തമായിട്ട് ഇടപെടും. ചില വാഗ്ദാനങ്ങൾക്ക് മറുപടി വേഗത്തിലായിരിക്കും. എന്നാൽ ചിലർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമയം അല്പം ദീർഘമാക്കും. അതിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അല്പം വൈകിയാലും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടരുത് എന്നുള്ളതാണ്. അല്പം വൈകിയാൽ അപ്പം വൈകും. അല്പം വൈകിയാലും പ്രതീക്ഷ നമ്മളെ നഷ്ടപ്പെടരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ കർത്താവ് ദൈവാത്മാവ് അറിയിക്കുന്നത് അതാ. ചിലരോട് വ്യക്തിപരമായിട്ട് അറിയിക്കുന്നതാ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ വിടുതലാണ് ദൈവമക്കളെ. സഭാപ്രസംഗി 3:1 ശലോമോൻ പറയുന്നുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വിതപ്പാനൊരു കാലം, കൊയ്യാനൊരു കാലം, ഇടിച്ച് കളവാനൊരു കാലം, പണിവാനൊരു കാലം, വിലപിക്കുവാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം. അങ്ങനെ കുറേ കാര്യങ്ങൾ സഭാപ്രസംഗി 3 പറയുന്നു. എന്നാൽ അതിൻ്റെ 11-ാമത്തെ വാക്യം വരുമ്പോൾ അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് കാണാം. അതിൻ്റെ സഭാപ്രസംഗി 3:14 വാക്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു, അതിനോടൊന്നും കൂട്ടാനോ അതിൽ നിന്നൊന്നും കുറപ്പാനോ കഴിയുന്നതല്ല എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഓരോരുത്തരും പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കടഭാരത്താൽ, സ്വന്തമായി ഭവനമില്ലാത്തതിനാൽ, തലമുറകളില്ലാത്തതിനാൽ, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുന്നതിനാൽ, അടിക്കടി ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പ്രതികൂലത്താൽ, അങ്ങനെ നിരവധി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെല്ലാം എന്നെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ, നമുക്ക് തന്നിട്ടില്ലേ? അതുപോലെ ദർശനങ്ങൾ തന്നിട്ടുണ്ട്. ശത്രു എന്ത് ചെയ്യും? ശത്രു അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് പദ്ധതിയിടും. ദൈവ പൈതലെ, കർത്താവിങ്കിലേക്ക് അന്നേരം കണ്ണുയർത്തി നോക്കണം. നമ്മൾ കർത്താവിങ്കിലേക്ക് നോക്കിയാൽ നമ്മുടെ വാഗ്ദത്തം, ദർശനങ്ങൾ ഒക്കെ കർത്താവ് നമുക്ക് തന്നിട്ട്, കർത്താവ് പക്ഷെ മാറിപ്പോകുന്ന ദൈവമല്ല. നമ്മുടെ അരുമനാഥൻ അങ്ങനെയുള്ളൊരു പിതാവല്ല. വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു. താൻ മഹാനാകും, സഹോദരന്മാർ തന്നെ വണങ്ങും. അവനത് വിശ്വസിച്ചു. യോസഫ് അവൻ വിശ്വസിച്ചതിനാൽ മറ്റുള്ളവരോട്, സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു. അതിൻ്റെ ഫലം ഭയങ്കര തിരിച്ചടിയായിട്ടായിരുന്നു അവന് കിട്ടിയത്.
ചിലതൊന്നും ദൈവമക്കളെ കർത്താവ് അരുളി ചെയ്യുന്നത് ആരോടും പറയരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവം ആ വിഷയത്തിലൊക്കെ പ്രവർത്തിക്കും. യോസേഫ് മറ്റുള്ളവരോട് പറഞ്ഞതിനാൽ അതിൻ്റെ ഫലം തിരിച്ചായിരുന്നു. അവൻ കൂടുതൽ കൂടുതൽ അധപ്പതനത്തിലേക്ക് താണു. അപ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. പാപം ചെയ്യാതെ തന്നെ അവൻ സൂക്ഷിച്ചു. അവൻ വിശ്വസിച്ചത് അവൻ പറഞ്ഞു. എല്ലാം പ്രതികൂലമായി തീർന്നുകൊണ്ടിരുന്നപ്പോഴും അവൻ വിശ്വസിച്ചു. ഒടുവിൽ അവൻ വിശ്വസിച്ചത് തന്നെ സംഭവിച്ചതായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അവൻ മന്ത്രിയായി തീർന്നു. യോസഫ് വിശ്വസിച്ചതുപോലെ പിൽക്കാലത്ത് സഹോദരന്മാർ വന്ന് അവനെ നമസ്കരിച്ചു. ദൈവമക്കളെ, വചനത്തിൽ പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. അതിനാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സമയം വരെയും നമ്മൾ താണിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 5:6 വചനം പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്ന്. നമുക്ക് ക്ഷമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിക്കാൻ പ്രിയപ്പെട്ടവരെ. അതിനെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു.